എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ മെച്ചിങ്ങയാണ്. അപ്പോൾ മച്ചിങ്ങ എന്നാണ് നമ്മളൊക്കെ പറയുക. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയാന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും അറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, എന്താ പറയാന്നുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ തെങ്ങിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ആ ഒരു തേങ്ങ ആവുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഫോമിലുള്ള സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്കിത് എന്തായാലും യൂസ്ഫുൾ ആവും. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് മച്ചിങ്ങകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഉണങ്ങിയിട്ടുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പച്ചയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 2-3 ദിവസം അവിടെ ഒന്നും ചെയ്യാണ്ട് ഇട്ടാൽ മതി, തനിയെ ഉണങ്ങിക്കോളും. ഉണങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ക്യാപ്പില്ലേ അതിങ്ങനെ പതുക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഉണങ്ങിയതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചൊന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ പൊട്ടാണ്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് എടുക്കാം എന്തായാലും. ഇതിലിപ്പോൾ ഞാനൊരു റെഡ് അക്രിലിക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അക്രിലിക് കളറും ഫാബ്രിക് കളറും വ്യത്യാസമുണ്ട്. ഫാബ്രിക് കളർ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പിടിക്കില്ല, പെയിൻറ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട്. അപ്പോൾ അക്രിലിക് കളറും ഫാബ്രിക് കളർ പോലെ തന്നെയാണ്. നിങ്ങൾ ഫാൻസി ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ മതി. ഒരുപാട് പേര് ചോദിക്കണോണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ കുറച്ചെണ്ണം ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഉണക്കണം. ഇതുപോലത്തെ ഒരു 7 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാണ്. ഞാനിപ്പോൾ ഒരു കുപ്പി മുമ്പേ തന്നെ വെള്ള പെയിൻറ് ചെയ്തിട്ട് അതിനൊരു ബ്ലാക്ക് ഇങ്ങനെ ബോർഡറൊക്കെ കൊടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അത് വേറൊരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് മാറ്റിയിട്ട് ഞാൻ റെഡ് കളർ കൊടുക്കുന്നുണ്ട് ആ നെക്കിൽ. പിന്നെ ഈ ഒരു കുപ്പി തന്നെ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ പെയിൻറ് ചെയ്യാമെന്ന്. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് പെയിൻറ് ചെയ്തത്. ഒരു 2 കോട്ട് വൈറ്റ് കളർ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കിതിന് ആ ഒരു നെക്ക് ഭാഗം നമുക്ക് റെഡ് കളർ കൊടുക്കാം. പിന്നെ നമുക്കൊരു 2-3 ഇലകൾ വേണം. അപ്പോൾ ഞാനിത് ഉണങ്ങിയിട്ടുള്ള ഇല പറക്കിയെടുത്തതാണ്. ഇത് സപ്പോർട്ടയുടെ ഇലയാണ്. അതുപോലെ കുറച്ച് കട്ടിയുള്ള അധികം അങ്ങനെ ദ്രവിക്കാത്ത എന്നാൽ ഉണങ്ങിയിട്ടുള്ള ഇലകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നിന്ന് ഞാൻ 2-3 എണ്ണം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ചിലതൊക്കെ വലുതാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് അതിനൊരു ഗ്രീൻ കളറും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ ക്രാഫ്റ്റ് ഞാൻ ഇല വെച്ചിട്ടുള്ളത് മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, കാണാത്തവർ കണ്ടു നോക്കുക. ഇതുപോലെ ഇങ്ങനെ അക്രിലിക് കളർ കൊടുക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് വാർണിഷും കൂടി ചെയ്യുകയാണെങ്കിൽ കുറേ കാലം കേടാവേണ്ടിയിരിക്കും. ഇപ്പോൾ വാർണിഷ് ഇല്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെ വെച്ചാലും കുറച്ച് മാസങ്ങളൊന്നും ഒരു പ്രശ്നവും വരില്ല കേട്ടോ. ഞാനിപ്പോൾ കുറേ മാസങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതിന് ഒരു പ്രോബ്ലവും ഇല്ല. ഇതിപ്പോൾ പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം ഓർത്തത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള സിന്ധു എന്നോടൊരു ഹായ് പറയാനായിട്ട് കുറേ ആയിട്ട് കമൻറ്റിലൂടെ പറയുന്നു. ഞാൻ എന്നും മറക്കും. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അയ്യോ ഹായ് പറഞ്ഞില്ലല്ലോ എന്ന് ഓർമ്മ വരിക. അപ്പോൾ എന്തായാലും സിന്ധുവിനൊരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഫെവി ബോണ്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഗം ഏതെങ്കിലും വെച്ചിട്ടായാലും ഒട്ടിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറുത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടൊരു നല്ല ഭംഗിയുള്ള ഒരു റോസിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഫീൽ കിട്ടും നമുക്ക്. ഒരു വലുതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറുത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ മുകളിൽ താഴെ വെക്കുന്നത് കുറച്ച് വലുതും ഉള്ളിലുള്ളത് കുറച്ച് ചെറുതും തിരഞ്ഞെടുത്തിട്ട് ചെയ്യാം കേട്ടോ. സെൻറ്ററിൽ ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ എന്തോ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചൊരു യെല്ലോ കളർ അവിടെ കൊടുത്തു. അതുപോലെ തന്നെ അടിയിലൊരു പുല്ലിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീൻ കളറും കൂടെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് യെല്ലോയിലും കൂടെ മുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു യെല്ലോവും ഗ്രീനും കൂടിയിട്ടുള്ളൊരു ഷെയ്ഡ് വരും. അപ്പോൾ മച്ചിങ്ങയുടെ ക്യാപ്പ് വെച്ചിട്ടുള്ള ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമ്മുടെ മെയിൽ ഐ ഡിയിൽ അയച്ചാൽ മതി. മെയിൽ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്